പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യം ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അത് 1.5 കപ്പ് മൈദയാണ്. ഇതൊരു 3 പ്രാവശ്യം അരിച്ചതാണ്. പിന്നെ അതിൽ ഒരു സ്പൂണ്, ചെറിയ സ്പൂൺ, ഇതിൻ്റെ മെഷർമെൻറ്റ് കപ്പുകളുണ്ട്. അതിനൊരു സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഇതാണ് ബേക്കിംഗ് പൗഡർ ഇതിൻ്റെ. പിന്നെ 3 മുട്ട, വാനില എസൻസ് വേണം. പിന്നെ 1 കപ്പ് പഞ്ചസാര വേണം. പിന്നെ വാനില എസൻസ് വേണം, പൈനാപ്പിൾ എസൻസ് വേണം. പിന്നെ 1 കപ്പ് പൈനാപ്പിൾ, ഫ്രഷ് പൈനാപ്പിളാണ്. പിന്നെ ഇത് വന്നിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ബട്ടറും വേണം. ഓക്കെ, ഞാൻ ബട്ടർ എടുത്ത് മെൽറ്റാക്കാൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇത് മുട്ട വൈറ്റ് സെപ്പറേറ്റ് ആക്കി അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞ ഇത് ബീറ്റ് ചെയ്യുവാണ്. ഇനി പഞ്ചസാര നമ്മൾ ഇതിൻ്റെ കൂടെ 3 പ്രാവശ്യമായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയാണ്. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. വെയിറ്റ്. നമ്മൾ യെല്ലോയും എഗ്ഗിൻ്റെ യെല്ലോയും ഓയിലും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടറും അതിന് വൈറ്റ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മാവ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്. ഈ സമയത്ത് നമ്മൾ അടുപ്പ് പ്രീ ഹീറ്റ് ചെയ്ത് ചരു. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. എനിക്ക് ഓവനില്ല, അപ്പോൾ ഇതിൻ്റെ അടപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്ത് വെച്ചേക്കുന്നത്. ഇതിപ്പം ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 3 പ്രാവശ്യമായിട്ട് നമ്മൾ മാവ് ആഡ് ചെയ്ത് എടുക്കണം. ഈ സമയം നമ്മൾ ഇതിലേക്ക് വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യരുത്. മാവ് ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ വൈറ്റ് യോക്ക് മാറ്റി വെച്ചിരുന്നു. അത് കുറച്ചായിട്ട് ഇട്ടാണ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നല്ല തിക്കായി പോകും. ഞാൻ വീണിട്ടേ എൻ്റെ കൈക്ക് ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ക്യാമറയും എല്ലാം ഞാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പം ഒരു മിനിറ്റ്. മാവൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. എല്ലാ സാധനം ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് സ്പാച്ചിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റേ വരത്തുള്ളൂ. അല്ലെങ്കിൽ അതും കട്ട് മോൾഡ് മെത്തേഡിൽ എടുക്കാം. അത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഈ രീതിക്ക് നമ്മൾ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിലേ കേക്ക് സോഫ്റ്റായി വരത്തില്ല, ഹാർഡായി പോകും. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ പൈനാപ്പിൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ആക്കി എടുക്കുക. പൈനാപ്പിളൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് പൈനാപ്പിൾ ടീ കേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. 2-3 മെത്തേഡിൽ നമുക്ക് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാം. ഇത് പൈനാപ്പിൾ ടീ കേക്ക് ആയതുകൊണ്ടാണ് പൈനാപ്പിൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ ട്രെയിലേക്ക് ഒഴിച്ച് നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാം. നമുക്ക് എന്നിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓവൻ സെറ്റപ്പിലേക്ക് വെക്കാം. പേടിയാണ്, ചൂടാ. ഓക്കെ, നമുക്കിന്ന് അടച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുതേ.